ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് രസതന്ത്രത്തെക്കുറിച്ച് ആണ്. എന്താണ് രസതന്ത്രം? ഒരു പദാർത്ഥത്തിൻ്റെ ഘടന, സ്വഭാവം, സംഘടനം, വിഘടനം എന്നിവയെ സംബന്ധിക്കുന്ന പഠനമാണ് രസതന്ത്രം. തന്മാത്രകളുടെയും അവയുടെ പരിവർത്തനങ്ങളുടെയും ശാസ്ത്രമാണ് രസതന്ത്രം. അപ്പോൾ ഈ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ ആണ്. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന ഗ്രന്ഥം രചിച്ചത് റോബർട്ട് ബോയിൽ ആണ്. റോബർട്ട് ബോയിൽ ആണ് രസതന്ത്രത്തിൻ്റെ പിതാവ്. എന്നാൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ലാവോസിയ ആണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ലാവോസിയ. പ്രാചീന രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജാബിർ ഇബിൻ ഹയാൻ ആണ്. പ്രാചീന രസതന്ത്രത്തെ അറിയപ്പെട്ടിരുന്നത് ആൽക്കെമി എന്നാണ്. കെമിയ എന്ന പദം നവീകരിച്ച് ആൽക്കെമി എന്നാക്കി മാറ്റിയത് അറബികൾ ആണ്. എന്നാൽ കെമിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഈജിപ്തുകാരാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം, ഘടന, സംഘടനം, വിഘടനം എന്നിവയെ സംബന്ധിച്ച പഠനമാണ് രസതന്ത്രം. തന്മാത്രകളുടെയും അവയുടെ പരിവർത്തനങ്ങളുടെയും ശാസ്ത്രമാണ് രസതന്ത്രം. ഈ രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ ആണ്. അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന ഗ്രന്ഥം രചിച്ചത് റോബർട്ട് ബോയിൽ ആണ്. എന്നാൽ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ ആണ്. പ്രാചീന രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കണം. ജാബിർ ഇബിൻ ഹയാൻ ആണ് പ്രാചീന രസതന്ത്രത്തിൻ്റെ പിതാവ്. ഇനി കെമിയ എന്ന പദത്തിൽ നിന്നാണ് ആൽക്കെമി എന്ന പദം രൂപപ്പെട്ടത്. അറബികളാണ് ഈ രൂപമാറ്റം നടത്തിയത്. എന്നാൽ കെമിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഈജിപ്തുകാർ ആണ്. എത്രയാണ് രസതന്ത്രത്തെക്കുറിച്ച് ആമുഖമായി പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ആറ്റത്തെക്കുറിച്ചാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതായത് ഒരു മൂലകത്തിൻ്റെ അടിസ്ഥാനപരമായ കണികയാണ് ആറ്റം. ഈ ആറ്റം എന്ന പദം രൂപം കൊണ്ടത് ആറ്റോമാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ആണ്. അതുപോലെ ആറ്റം എന്ന പദം രൂപം കൊണ്ടത് ഗ്രീക്ക് പദമായ അറ്റോമിയ എന്നതിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നു. അപ്പം അറ്റോമിയ, അറ്റോമോസ് ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അറ്റോമിയ, അറ്റോമാസ് എന്നീ പദങ്ങളുടെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഇനി പറയാനുള്ളത്, ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ് എന്ന് മനസ്സിലാക്കണം. ഓസ്റ്റ്വാൾഡ് എന്ന സയൻറ്റിസ്റ്റ് ആണ്. ഓസ്റ്റ്വാൾഡ് എന്ന സയൻറ്റിസ്റ്റാണ് ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. എന്നാൽ ആധുനിക അറ്റോമിക ചിന്തകൻ അല്ലെങ്കിൽ ചിന്തയുടെ പിതാവ് എന്ന് പറയുന്നത് ക്രീറ്റസ് ആണ്. പൂർണ്ണമായ പേര് ഡെമോക്രീറ്റസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രീറ്റസ് ആണ്. എന്നാൽ ആറ്റം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, അതുപോലെ ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്
ഇതൊക്കെ ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ഒരു ആറ്റം മോഡൽ, ആറ്റം മാതൃക ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. അപ്പോൾ ഈ നീൽസ് ബോർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറ്റം മോഡൽ ആവിഷ്കരിച്ചതെന്ന് മനസ്സിലാക്കണം. ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ ആണ്. ഇത്രയാണ് ആറ്റത്തെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന രാസപരമായ ചെറിയ കണികകളെയാണ് ആറ്റങ്ങളെന്ന് പറയുന്നത്. ഒരു മൂലകത്തിൻ്റെ അടിസ്ഥാനപരമായ കണികയാണ് ആറ്റം. ആറ്റം എന്ന പദം രൂപം കൊണ്ടത് ആറ്റോമസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും അതുപോലെ അറ്റോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ആണ്. ഈ രണ്ട് പദങ്ങളുടെയും അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഡെമോക്രിറ്റസ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹം ആണ് ആറ്റം കണ്ടുപിടിച്ചതെന്ന് അറിയപ്പെടുന്നത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അദ്ദേഹമാണ്. ഈ ആറ്റം മോഡൽ, ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആറ്റം മോഡൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആറ്റത്തെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.